നമസ്കാരം ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വേറൊരു വെറൈറ്റി ഐറ്റമാണ് വീട്ടിൽ എങ്ങനെ പിസ്സ ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന പിസ്സ എന്ന് പറഞ്ഞാൽ ഒന്ന് ചിക്കൻ പിസ്സയും രണ്ട് പനീറുമാണ്. ചിക്കനും പനീറും വെച്ച് എങ്ങനെ വീട്ടിൽ നമുക്ക് കുട്ടികൾക്ക് പിസ്സ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ജോമി നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ജോമി, ബാക്കിയൊന്ന് പറഞ്ഞോളൂ. നമ്മൾ പിസ്സയുടെ ബേസ് മേടിച്ചിട്ടുണ്ട് വെളിയിൽ നിന്ന്. പിസ്സയുടെ ബേസ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ് 2 പാക്കറ്റ്. മസാല ചീസ്, ഷ്രെഡ് ചെയ്ത ക്യാപ്സിക്കം, ഓണിയൻ. ഇത് അതിൻ്റെ ബേസിൻ്റെ മേളിൽ ചിക്കനായിട്ടും പനീറായിട്ടും വരും. ഇത് ഗാർലിക്, ചോപ്പ് ചെയ്ത ഓണിയൻ, ഇത് ഷ്രെഡ് ചെയ്ത ബോയിൽ ചെയ്ത് ഷ്രെഡ് ചെയ്ത ചിക്കൻ, ഇത് ഗ്രേറ്റ് ചെയ്ത പനീർ. അതിന് ഫസ്റ്റ് നമുക്ക് ആവശ്യമായ സാധനം കങ്കസ് അടിക്കണം. ടൊമാറ്റോ പിസയുടെ മേളിൽ, ബേസിൻ്റെ മേളിൽ കങ്കസിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ടൊമാറ്റോ ബ്ലാൻഡ് ചെയ്ത്, അതായത് ടൊമാറ്റോ 4ആയിട്ട് കീറിയിട്ട് തൊലി പൊളിച്ച് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിരിക്കുന്നതാണ്. കാണിച്ചു. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പ്രിപ്പറേഷനിലേക്ക് പോകണല്ലേ? ഓക്കെ. ആദ്യം ഫസ്റ്റ് നമ്മൾ ബട്ടർ ഇടുന്നു. ബട്ടർ ആണല്ലേ? ബട്ടർ ഇടുന്നു. ഒന്ന് സോട്ടായി വരുമ്പോഴത്തേന് ചോപ്പ് ചെയ്ത ഗാർലിക്, ഇത് ചോപ്പ് ചെയ്ത ഓണിയൻ ഇടുന്നുണ്ട്. അപ്പോൾ റോസ്മേരി, ഹെർബ്സ്, റോസ്മേരി കുറച്ചിട്ടല്ലേ? റോസ്മേരി മാത്രമല്ല, ഒറിഗാനോ നമ്മൾ കൂടെ യൂസ് ചെയ്യുന്നതാണ്. ഇത് ഹെർബ്സ് ആണ്. ഹെർബ്സ്, ഒറിഗാനോ നമുക്ക് ഇവിടെ മാർക്കറ്റിൽ ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല, നമ്മൾ റോസ്മേരി ഉപയോഗിക്കുന്നു. ഇത് നമ്മൾ ബ്ലാൻഡ് ചെയ്ത് പേസ്റ്റ് ചെയ്ത ടൊമാറ്റോ, ഇതിന് കുക്കായി ഇതിന്റെ പച്ചമണം മാറുമ്പോഴത്തേന് കങ്കസ് റെഡിയാവും. കുക്കായി വേണം. തിളക്കണോ അതോ? ശരിക്കും തിളക്കണം. ശരിക്കും തിളക്കണം അല്ലേ? ഓക്കെ. നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് യൂസ് ചെയ്യുന്നുണ്ട്. ടൊമാറ്റോ പ്യൂരി നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് കുറച്ച് ടൊമാറ്റോ സോസ്. കളറിനും ടൊമാറ്റോയുടെ പുളി ഇപ്പോൾ പോയിട്ടുണ്ടാവും, അപ്പോൾ പുളിക്കും വേണ്ടി. കങ്കസ് റെഡി. ഇതാണ് അതിന്റെ ഗ്രേവിയാണോ? അതെന്താ സംഭവം? ഇത് പിസ്സ ബേസിന്റെ മേളിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യും. എന്നിട്ടാണ് അതിന്റെ മേളിൽ വെജിറ്റബിൾസും ചിക്കനും എല്ലാം വെച്ച്, ഇതെല്ലാം വെച്ച് നമ്മൾ അപ്പച്ചമ്പിലാണ് നമ്മൾ റീഹീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓവനില്ല. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം. ഓവൻ ഇല്ലാതെ വീട്ടിൽ എങ്ങനെ പിസ്സ ഉണ്ടാക്കാം അല്ലേ? ഓക്കെ. ഇതിലൊരു തിക്നെസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമ്മൾ ആക്കിയെടുക്കണം. എങ്കിലേ ബേസിൽ ഇരിക്കുമല്ലോ. വെള്ളം കൂടിപ്പോയാലേ ബേസിൽ ഇരിക്കുകയല്ലോ. ഓക്കെ, നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. പാത്രത്തിന്റെ അവര്യാവത്തത് കൊണ്ടാണ് കേട്ടോ അല്ലേ? അതെ. ഈ സെയിം പാനിൽ തന്നെ കുറച്ച് ഓയിലോ ബട്ടറോ ഒഴിച്ചിട്ട് ഈ വെജിറ്റബിൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കും. ഗാർലിക്കും റോസ്മേരിയും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പ് ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിന്റെ ബേസിന്റെ മേളിൽ നമ്മൾ കങ്കസിയും പിന്നെ രണ്ട് ചിക്കനും 2 പനീറും നമ്മൾ ചെയ്യാൻ പോകുന്നു. പനീർ, ചിക്കൻ നേരത്തെ വേവിച്ച് വെച്ച പീസാണ് കേട്ടോ. ബോയിൽ ചെയ്ത് അത് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കോക്കനട്ട് ഓയിലാണോ? സൺഫ്ലവർ ഓയിൽ. കുറച്ച് ഗാർലിക്, കുറച്ച് റോസ്മേരി. നമ്മൾ വെജിറ്റബിൾ ഇടുവാണ്. ഷ്രെഡ് ചെയ്ത ക്യാപ്സിക്കം, ഒണിയനും. ക്യാപ്സിക്കം ഒനിയനും മാത്രമേ ഉള്ളൂ അല്ലേ? ഒനിയനും മാത്രമേ ഉള്ളൂ. പച്ചമുളക് അങ്ങനെ ഐറ്റംസ് ഒന്നുമില്ല. വീട്ടിലുണ്ടാക്കുന്നതല്ലേ. ഉപ്പ് ഇടുന്നുണ്ട്. ആ ഒരു സെക്ഷൻ റെഡിയാ അല്ലേ?
അപ്പോൾ നമ്മൾ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ പേസിൽ കങ്കസ് ചെയ്യുക, വെജിറ്റബിൾസ്, ചിക്കൻ, പനീർ, ലാസ്റ്റ് മൊസറോള ചീസ്. അപ്പോൾ നമ്മൾ പിസ്സ ബേസ് നമ്മൾ മേടിച്ചത് റിലയൻസിൽ നിന്നാണ്. പിസ്സ ബേസ് തന്നെ ഉണ്ടോ? പിസ്സ ബേസ് പറഞ്ഞാൽ മതി, റിലയൻസിൽ നമുക്കിത് കിട്ടും. സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. ഇതാണ് പിസ്സ ബേസ് എന്ന് പറഞ്ഞ സാധനം. നമ്മൾ കങ്കസ് തേക്കണം. ബോയിൽ ചെയ്ത് ഷ്രെഡ് ചെയ്ത ചിക്കൻ, ചീസ്. ഈ ചീസിന് എന്നാ പറയുന്നത്? മൊസറോള ചീസ്. മൊസറോള ചീസാണ് ഇതിന് മുകളിലേക്ക് നമ്മൾ ഇടുന്നത്. ഇത് പതുക്കെ എടുക്കുന്നു, അപ്പച്ചമ്മിൻ്റെ അകത്തോട്ട് വെക്കുന്നു, അടയ്ക്കുന്നു അല്ലേ? ജസ്റ്റ് ഒരു 5 മിനിറ്റ്. അപ്പം നമ്മളിത് ഇങ്ങനെ ഈ തട്ടിൽ വെച്ചതിന്റെ കാര്യം തന്നെ, നമുക്ക് റീഹീറ്റ് ചെയ്യാൻ നമുക്ക് ഓവൻ നമ്മുടെ വേണ്ടാത്തതുകൊണ്ട്. ഓവൻ ഇല്ലാത്ത വീട്ടിൽ ഓവൻ്റെ ആവശ്യമില്ല. ഓവൻ ഇല്ലാത്ത വീട്ടിൽ നമുക്ക് പിസ്സ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാം അല്ലേ? അതെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത് ചെയ്യാണ് അതുപോലെ തന്നെ. പല പേരിൽ നമുക്ക് പിസ്സ കിട്ടും ഓരോരോ സ്ഥലത്ത് നിന്ന്. പക്ഷെ ഇതിനെല്ലാം മെയിൻ ഇൻഗ്രീഡിയന്റ് ഇത് മാത്രമേ ഉള്ളൂ. പല പേരിലും വരും. പക്ഷെ ഇതിന്റെ ബേസിക് എന്ന് പറഞ്ഞ ഈ സാധനമാണ്, ഇത്രയാണ് അല്ലേ? ഇനിയിപ്പോ നമ്മൾ ചിക്കൻ മാറ്റി അവിടെ പനീർ വെക്കുകയാണ്. അപ്പൊ പനീർ, അതിന്റെ പേരെങ്ങനെ വരുന്നത്? പനീർ പിസ്സ പനീർ. ചിലടത്ത് വലിയ വലിയ പേരുകൾ അറിയും. നമ്മൾ സ്റ്റാർ പ്രോപ്പർട്ടിയിലും വലിയ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റിലും കഫേയിലും ഒക്കെ ചെല്ലുമ്പോൾ ഓരോരോ പേരിൽ അവരുടെ സ്റ്റൈലിലും ആയിരിക്കും. പക്ഷെ ഇതിന്റെ ബേസ് എന്ന് പറയുന്ന സംഭവം ഇത്രേ ഉള്ളൂ. പനീർ. ഓക്കെ. വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി അല്ലേ? പനീർ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്താണ്. ചിലയിടത്ത് ക്യൂബായിട്ട് ഉപയോഗിക്കും, പനീർ ക്യൂബ്സ്. ഓക്കെ. പിന്നെ ഇനി ചീസ് അല്ലേ? ഈ ചീസിന് എന്നാ പറയുന്നത്? മൊസറോള ചീസ് എന്ന് പറയുന്നത് കട്ട് ചെയ്ത് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസാണ്. ചിക്കൻ ആയിക്കൊണ്ടിരിക്കുന്നു, പനീറായി. ജസ്റ്റ് പ്രീ ഹീറ്റ് ആയി, ഈ ചീസ് ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേന് നമുക്ക് എടുത്ത് സെർവ് ചെയ്യാം. അത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ചിക്കൻ ആൻഡ് പനീർ പിസ്സ. ഓക്കെ. ഫസ്റ്റ് നമ്മൾ ചിക്കൻ വെച്ചിട്ടുണ്ട്, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സംഭവം അപ്പൊ നമ്മൾ നോക്കുക, പിസ്സയുടെ ചീസ് മെൽറ്റായി കിടക്കുന്നുണ്ടോ? ചീസ് മെൽറ്റായി. ഓക്കെ. അങ്ങനെ ചിക്കൻ പിസ്സ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ ചിക്കൻ പിസ്സ റെഡി ആയിരിക്കുകയാണ് അല്ലേ? അടുത്ത പനീർ നമ്മൾ ചെയ്യാൻ പോകുന്നത് പനീറാണ്. ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത പനീർ നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി പനീർ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പിസ്സ കട്ട് ചെയ്യാൻ പോവാണേ. നമ്മുടെ കയ്യിൽ പിസ്സ കട്ടർ ഇല്ല, അപ്പോൾ നമ്മൾ കത്തിക്ക് അങ്ങോട്ട് കട്ട് ചെയ്യാണ്. ചീസ് മെൽറ്റായ ചീസ് അല്ലേ? ഇതിന് ഓരോ പീസായിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ചിക്കൻ പിസ്സ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. പക്ഷേ ഇത് ഭയങ്കര സംഭവമാണ് കേട്ടോ. വീട്ടിൽ ഇങ്ങനെ ഒക്കെ ചെയ്യാമെന്നുള്ളത് നമ്മൾ അറിയുന്നത്.
ഇവിടെ ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. സൂപ്പറാണ് കേട്ടോ. നമ്മൾ വെളിയിൽ നിന്ന് പിസ്സ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ചിക്കൻ പിസ്സ. അതുപോലെ തന്നെ നമ്മൾ പനീർ പിസ്സയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വീട്ടിൽ സ്കൂൾ വിട്ട് വരുന്ന പിള്ളേർക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള സാധനങ്ങളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ മേടിച്ച് കറി വെക്കുമ്പോൾ അതിൻ്റെ കുറച്ച് നെഞ്ചിൻ്റെ പീസ് അല്ലേ, ബ്രസ്റ്റ് പീസ് കുറച്ച് മാറ്റി വെക്കുക വേവിച്ചതിന് ശേഷം. അതെടുത്തിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നീട് നമ്മൾ സമയം പോലെ കുട്ടികൾ വൈകുന്നേരം വരുന്ന സമയങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കി ഈ ഒരു മെത്തേഡ് നോക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല അടിപൊളിയാണ്. അതിൻ്റെ ചീസൊക്കെ വന്നിട്ട് മെൽറ്റ് ചെയ്ത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇരിക്കുന്നത്. സൂപ്പറാണ് കേട്ടോ. വേണ്ടോ സൂപ്പറാണോ? ഉണ്ടേ പനീർ റെഡിയായി. പനീർ പിസ്സ റെഡി ആയിരിക്കുകയാണ്. അതും എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടോ ചോദിച്ചു? ആ പാലായിന്ന് കഴിച്ച ആ ഒരു ടേസ്റ്റ് ഉണ്ടോ? പനീർ പിസ്സ എങ്ങനെയാണ് നോക്കിടാ കിച്ചു? ടേസ്റ്റ് ചെയ്തോ. കിച്ചു ആണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. ചൂടാണോ? എങ്ങനെയുണ്ട്? ഇവിടെ നോക്കിയിട്ട് പറ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഹെൻറി ടേസ്റ്റ് കാരണം മിണ്ടാൻ പോലും പറ്റുന്നില്ലേ? എന്നാണ് കിച്ചു അഭിപ്രായം പറയാനുള്ളത്? ഈ പിസ്സ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ വെളിയിൽ പോയി കാശുകൊണ്ട് കാര്യമില്ല. ഇതൊക്കെ മേടിച്ച് വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കാവുന്ന കച്ചേരിയുള്ളൂ. പക്ഷെ ഇതെങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. പനീറാ ഇച്ചിരി ടേസ്റ്റ് കേട്ടോ. ചിക്കനേക്കാളും സൂപ്പർ ടേസ്റ്റാണ് പനീറിന്. ചാച്ചയ്ക്ക് കൊടുക്കാം. കഴിച്ചു. അപ്പോൾ കഴിച്ചു. പറഞ്ഞു തരത്തില്ല. ഇവിടെ 2 പേർക്കും സ്ട്രോക്ക് വന്നാണ് കേട്ടോ. പപ്പായ്ക്കും വന്നു, ചാച്ചായിക്കും സ്ട്രോക്ക് വന്നു. പപ്പ റിക്കവറായി, ചാച്ചായി റിക്കവർ ആയിട്ടില്ല. ചാച്ചായിക്ക് കൂടെ കൊടുക്കാവേ. ഇത് വേവിച്ച പിസയാ. ഇത് പിസയാ. ഇത് വാ വിളിച്ചോ കഴിച്ചു. വാ വിളിക്ക്. പിസ കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? വാ വിളിച്ചോ നന്നാക്കാം. ജോമി ഉണ്ടാക്കിയ പിസയാ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ശരിക്കും പറഞ്ഞാൽ പിസ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ സാധനത്തിനാണ് ഇല്ലാത്ത കാശും കൊടുത്ത് കടയിൽ പോയിരുന്നല്ലേ? അതെ അതെ അതെ. ലോകത്തില്ലാത്ത കാശും കൊടുത്ത് പോയി കൊത് കഴിയത്. കഴിച്ചു നോക്കടി. അല്ല കേട്ടോ. എങ്ങനെയുണ്ട്? ചീസ് ഉണ്ട്. ഒരു വെറൈറ്റി ടൈപ്പാണ് സംഭവം. കൊള്ളാം. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ പിസയും അതുപോലെ തന്നെ പനീർ പിസയുമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ജോമി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാക്കിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാനും പിള്ളേർക്ക് കൊടുക്കാനും ഒക്കെ പറ്റിയൊരു നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഇന്നുണ്ടാക്കിയത്. ഇത് കണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ വീട്ടിലിത് ചെയ്യുക. കാരണം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ്. അല്ല ജോമി? ഇത് നല്ലൊരു സംഭവമാണ്. നമ്മൾ എളുപ്പം ഉണ്ടാക്കാം. നമ്മൾ വലിയ റേറ്റ് കൊടുത്താണ് ഈ പിസയൊക്കെ ഹോട്ടലുകളിൽ പോയി കഴിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇതിന് മൈക്രോവേവ് ഓവൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ഇഡ്ഡലി തട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കേസാണ്. അടിപൊളി സംഭവമാണ്. ഇത് കണ്ടോ, ചീസൊക്കെ നല്ല 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 സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി സംഭവമാണ്. ഓക്കെ, നന്നായിട്ട് കഴിക്കാൻ തോന്നും കേട്ടോ.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.